Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തങ്ങി 9 മാസത്തിനു ശേഷം തിരികെ എത്തുന്ന ഇന്ത്യൻ വംശജ സുനിത വില്യംസ്, ബുച്ച് വിൽമോർ എന്നീ ബഹിരാകാശ യാത്രികർക്ക് കണ്ടോത്തെ LPS കുട്ടികളുടെ സ്നേഹസ്വാഗതം. അടുത്ത ദിവസം ഭൂമിയിലേക്കെത്തുന്ന ഇരുവരോടുമുള്ള സന്തോഷസൂചകമായി വിദ്യാർത്ഥികൾ ആകാശത്തേക്ക് പട്ടങ്ങൾ പറത്തി. പയ്യന്നൂരിന്റെ നാടക സിനിമാ സംവിധായകൻ MD അന്നൂരിന് കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം. ജീവിതം നാടകത്തിനും സിനിമയ്ക്കുമായി പകുത്തു നൽകിയ MD അന്നൂരിന് അർഹതപ്പെട്ട അംഗീകാരം തന്നെയാണ് ഈ പുരസ്കാര ലബ്ധി. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ വട്ടപ്പന്തൽ ഒരുങ്ങി. ക്ഷേത്രം വിഷുവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായാണ് അന്നദാനം കൊണ്ട് പുകൾപെറ്റ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ മനോഹരമായ വട്ടപ്പന്തൽ ഒരുക്കിയത്. കേരളത്തെ കാർന്നു തിന്നുന്ന ലഹരി മാഫിയയ്ക്കെതിരെ പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി രജിത്ത് നാറാത്ത് നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തങ്ങി 9 മാസത്തിനു ശേഷം തിരികെയെത്തുന്ന ഇന്ത്യൻ വംശജ സുനിത വില്യംസ്, ബുച്ച് വിൽമോർ എന്നീ ബഹിരാകാശ യാത്രികർക്ക് കണ്ടോത്ത് LP സ്കൂൾ കുട്ടികളുടെ സ്നേഹസ്വാഗതം. അടുത്ത ദിവസം ഭൂമിയിലേക്കെത്തുന്ന ഇവരോടുള്ള സന്തോഷസൂചകമായി വിദ്യാർത്ഥികൾ ആകാശത്തേക്ക് പട്ടങ്ങൾ പറത്തി. ഗവേഷണത്തിനായി ബഹിരാകാശത്തേക്ക് പുറപ്പെട്ട് പേടകത്തിന്റെ തകരാർ കാരണം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തങ്ങി 9 മാസത്തിനു ശേഷം തിരികെയെത്തുന്ന ഇന്ത്യൻ വംശജ സുനിത വില്യംസ്, ബുച്ച് വിൽമോർ എന്നീ ബഹിരാകാശ യാത്രികർക്ക് കണ്ടോത്തെ LP സ്കൂൾ കുട്ടികളുടെ സ്നേഹസ്വാഗതം. അടുത്ത ദിവസം ഭൂമിയിലേക്കെത്തുന്ന ഇരുവരോടുമുള്ള സന്തോഷസൂചകമായി സ്കൂളിലെ വിദ്യാർത്ഥികൾ ആകാശത്തിലേക്ക് പട്ടങ്ങൾ പറത്തി. കുട്ടികൾ വീട്ടിൽ നിന്നും തയ്യാറാക്കിക്കൊണ്ടുവന്ന ബഹുവർണ്ണ പട്ടങ്ങൾ ആകാശത്ത് കാഴ്ചവിരുന്നൊരുക്കി. ഹൈഡ്രജൻ നിറച്ച ബലൂണുകളും മുകളിലേക്ക് പറത്തിവിട്ടു. 5 മാസം മുൻപ് ഇതേ സ്കൂളിലെ ബഹിരാകാശ ക്ലബിലെ കുട്ടികൾ സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും സ്നേഹസന്ദേശം അയച്ചിരുന്നു. പട്ടം പറത്തലിനോടൊപ്പം നടത്തിയ ബഹിരാകാശ കൂട്ടായ്മ ISROയിലെ റിട്ടയർഡ് സീനിയർ സയന്റിസ്റ്റ് VP ബാലഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ഇന്ത്യക്കാരൻ ഡോക്ടറുടെ മകളാണ്. ഒരു ഇന്ത്യക്കാരൻ ഡോക്ടർ അമേരിക്കയിൽ പോയിട്ട് സ്ലോവിയ രാജ്യത്തെ PTA പ്രസിഡന്റ് P ഷിജിത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ K ചന്ദ്രിക, C കരുണാകരൻ, M വനജാക്ഷി, സ്കൂൾ ലീഡർ അമയ TV എന്നിവർ സംസാരിച്ചു. ഹെഡ് മിസ്റ്റേഴ്സ് PP സനില സ്വാഗതവും AK ഗിരിജ നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂരിന്റെ നാടക സിനിമ സംവിധായകൻ MT അന്നൂരിന് കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം. ജീവിതം നാടകത്തിനും സിനിമയ്ക്കുമായി പകുത്തു നൽകിയ MT അന്നൂരിന് അർഹതപ്പെട്ട അംഗീകാരം തന്നെയാണ് ഈ പുരസ്കാര ലബ്ധി. പയ്യന്നൂർ അരുണോദയ കലാസമിതിയുടെ വിഷക്കാറ്റ് എന്ന നാടകം സംവിധാനം ചെയ്തുകൊണ്ടാണ് MT അന്നൂർ നാടക സംവിധാന രംഗത്തേക്ക് ഇറങ്ങിത്തിരിച്ചത്. ആദ്യ നാടകത്തിന്റെ വിജയം MT അന്നൂരിനെ ഒരു തിരക്കുള്ള സംവിധായകനാക്കി മാറ്റി. മിക്ക അമേച്ചർ നാടക മത്സരങ്ങളിലും സമ്മാനങ്ങളും നേടി. പയ്യന്നൂർ ഡ്രമാറ്റിക് അവതരിപ്പിച്ച രാഗം ശുഭബന്ധുവരാളി, സുരാസുവിന്റെ വിശ്വരൂപം, താളവട്ടം തുടങ്ങിയ നാടകങ്ങൾ, തുഞ്ചൻ കലോത്സവം, സ്വാതി തിരുനാൾ സംഗീത സഭയുടെ TR സുകുമാരൻ നായർ ട്രോഫി, ജഗതി ചന്ദ്രൻ മെമ്മോറിയൽ ട്രോഫി തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ നേടി.
കൂടാതെ കോഴിക്കോട് സംഘചേതന എന്ന പ്രൊഫഷണൽ നാടക സംഘത്തിനു വേണ്ടി ആനന്ദക്കണ്ണീർ, സന്ദേശഗോപുരം എന്നീ നാടകങ്ങളും ചെയ്തു. പനോരമയിലേക്ക് സെലക്ട് ചെയ്തപ്പോൾ കിട്ടിയ ഒരു എനർജിയാണ് ഇപ്പോഴും സിനിമാ രംഗത്തായാലും സീരിയൽ രംഗത്തായാലും നാടകരംഗത്തായാലും പിടിച്ചു നിൽക്കാൻ നമുക്ക് ഒരു പ്രചോദനം നൽകിയത്. അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, അതായത് പണ്ടേ കിട്ടേണ്ടതായിരുന്നു ഇത്. ഈ പുരസ്കാരം, ഗുരുപൂജാ പുരസ്കാരം, അക്കാദമി പുരസ്കാരം എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് തോന്നുന്നത് ഇപ്പോഴും കിട്ടിയാൽ ഈ സമയത്ത് വീണ്ടും ഞാൻ ഊർജ്ജസ്വലനാവുകയും എൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് എനിക്കിത് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ അതിയായ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അമേച്ചൂർ നാടകരംഗത്തിനുണ്ടായ തളർച്ച കലാപ്രവർത്തനമല്ലാതെ മറ്റു തൊഴിലൊന്നും അഭ്യസിച്ചിട്ടില്ലാത്ത MT അന്നൂരിന്റെ ജീവിതത്തെയും ബാധിച്ചു. തന്റെ ബാല്യകാല സുഹൃത്തും സിനിമാ സീരിയൽ സംവിധായകനുമായ മോഹൻ കുപ്ലേരിയുടെ സഹസംവിധായകനായി പ്രവർത്തനമാരംഭിച്ച MT അന്നൂർ 2010 കാൽച്ചിലമ്പ് എന്ന തന്റെ ആദ്യ സിനിമ സംവിധാനം ചെയ്തു. ഈ സിനിമ ഇന്ത്യൻ പനോരമയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും 2011 ഭരത് മുരളി പുരസ്കാരം നേടുകയും ചെയ്തു. ഇന്നും നാടകരംഗത്തും സിനിമാ സീരിയൽ രംഗത്തും സജീവമായി പ്രവർത്തിച്ചു വരുന്ന MT 500-ലധികം നാടകങ്ങൾ സംവിധാനം ചെയ്തു. സംവിധാനത്തിന്റെ 50 വർഷം പൂർത്തീകരിക്കുന്ന വേളയിലാണ് MT അന്നൂർ കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരത്തിന് അർഹനാവുന്നത്. ഇപ്പോൾ മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമാണ് MT അന്നൂർ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ വട്ടപ്പന്തൽ ഒരുങ്ങി. ക്ഷേത്രം വിഷുവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായാണ് മനോഹരമായ വട്ടപ്പന്തൽ ഒരുക്കിയത്. കാണാം അന്നദാനം കൊണ്ട് പുകഴ്പെറ്റ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ. നമ്മളിപ്പോൾ ഉള്ളത് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലാണ്. ക്ഷേത്രത്തിലെ വിഷുവിളക്കുത്സവം ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ്. അതിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിൽ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചെറുകുന്നിലെത്തിയിരിക്കുന്നത്, അല്ലേ? അന്നദാനം കൊണ്ട് പുകൾപ്പെട്ട ഒരു ക്ഷേത്രമാണല്ലേ ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം. തീർച്ചയായും 2 നേരവും ഭക്ഷണം നൽകുന്ന ഒരു ക്ഷേത്രമാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം. വിഷുവിളക്ക് ഉത്സവത്തിന് മുന്നോടിയായിട്ടുള്ള വട്ടപ്പന്തൽ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉത്സവത്തിനായുള്ള ഒരു കാത്തിരിപ്പാണ് ഇവിടെ. തീർച്ചയായും ഇനി വിദേശത്തുള്ള ആളുകൾ ഉൾപ്പെടെ ഉത്സവത്തിനായി എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് ദൂരദേശത്തുള്ള മുഴുവൻ ചെറുകുന്നുകാരും ഉത്സവം എന്ന് കേൾക്കുമ്പോൾ, വിഷുവിളക്ക് ഉത്സവം എന്ന് കേൾക്കുമ്പോൾ നാട്ടിലെത്തുന്നത് സാധാരണയാണ്. എന്നാൽ നമുക്ക് വട്ടപ്പന്തൽ കാണാൻ തന്നെ ഒരു ചൊല്ല് തന്നെ ഇവിടെ ആളുകൾക്കിടയിലുണ്ട് അല്ലെ. ഏത് സ്ഥലങ്ങളിൽ നിന്നാണെങ്കിൽ പോലും എല്ലാവരും ആ ഒരു സമയമാകുമ്പോൾ കൃത്യമായിട്ട് ഇവിടെ ഉത്സവത്തിന് വന്ന് ചേരും. ഈ വട്ടപ്പന്തലിൽ എത്തിച്ചേരും എന്നാണ് പറയുന്നത്. അപ്പൊ നികേഷ് ചേട്ടാ, നമുക്ക് വട്ടപ്പന്തലിൽ കാണാം അല്ലെ? തീർച്ചയായും. അപ്പോൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്, അല്ലേ? കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തും സംഗീതജ്ഞനുമായിട്ടുള്ള ശ്രീ സതീഷ് വിനോദ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ സതീഷ് ചേട്ടനോടൊപ്പം ചോദിക്കാം. കാശി കഴിഞ്ഞാൽ മറ്റൊരു കാശി എന്നാ ചെറുകുന്നിനെ വിശേഷിപ്പിക്കുക. കാശി കഴിഞ്ഞാൽ പിന്നെ അന്നപൂർണേശ്വരമ്മ ഇവിടെ അടുത്ത് 1000 തെങ്ങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പിന്നെ പരിചാരക വൃന്ദത്തോടു കൂടി വന്ന് എല്ലാ അടിയന്തരക്കാരെയും കൂട്ടി അവിടെ കപ്പലിറങ്ങി ഇവിടെ ഇത് മുംബൈ ശ്രീകൃഷ്ണ ക്ഷേത്രമായിരുന്നു. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പിന്നെ അമ്മക്ക് ഇരിക്കാൻ ഇടം നൽകുകയും അഗ്രശൈലിയിൽ അമ്മയെ കുടിത്തി എന്നാണ് ഇതിൻ്റെ സങ്കല്പം പറയുന്നത്. ഏകദേശം 1500 വർഷത്തോളം പഴക്കമുണ്ട്. വളഭൻ രാജാവായിരുന്നു എൻ്റെ പിന്നെ കാശി പുരാധീശ്വരിയെ കണ്ട് ഇവിടേക്ക് എഴുന്നള്ളണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമ്മ ഇവിടെ എഴുന്നള്ളതെന്ന് പുരാണം പറയുന്നു. അപ്പോൾ ഇവിടുത്തെ പിന്നെ അന്നപൂർണേശ്വരി പറഞ്ഞാൽ വിശന്ന് നിൽക്കാൻ ഒരാളും പാടില്ല എന്നുള്ള ഇവിടുത്തെ പിന്നെ നിത്യം അന്നദാനം 2 നേരവും കൊടുക്കുന്ന മഹാക്ഷേത്രങ്ങളിൽ ഈ ഒരു ക്ഷേത്രമാണ് കേരളത്തിൽ അന്നപൂർണേശ്വരി ക്ഷേത്രം ഉള്ളത്. ഇവിടെ ഭക്ഷണം കഴിച്ചാൽ പറയുന്നൊരു വയറുവേദന പിന്നെ മാറുമെന്നോ, ഈ ചെറിയ കുട്ടികൾ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാറില്ല. അപ്പോൾ ആ നേർച്ച ഇവിടെ നടത്തി കഴിഞ്ഞാൽ കുട്ടികൾ അന്നം ഇഷ്ടപ്പെടും, ചോറൂണും നടത്തുന്നതൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ പൂർവികർ പറഞ്ഞ കേട്ട ഒരു ചരിത്രം കൂടി ഇതാണ്.
വിഷുവിളക്ക് ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ ഈ വട്ടപ്പന്തൽ തന്നെ അല്ലേ? മനോഹരമായ പക്ഷേ കേരളത്തിൽ ഇത്രയും വലിയൊരു വട്ടപ്പന്തൽ വേറെ എങ്ങും കാണാൻ വേണ്ടി സാധിക്കില്ല അല്ലേ? എന്താണ് വട്ടപ്പന്തലിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാം? വട്ടപ്പന്തൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ തുടക്കം ധനുര് 2-ന് ഒരു മുഹൂർത്ത തൂണെന്നാണ്, അതിന് കാർത്തിക തൂണെന്ന് പറയാം. മുഹൂർത്ത തൂണ് നമ്മുടെ അഗ്രശാല നമ്മുടെ കലവറ വാതിക്കലുള്ള അവിടെ ആദ്യത്തെ തൂണ് രാവിലത്തെ അമ്മയുടെ ഉഷപൂജ കഴിഞ്ഞാൽ ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ അത് പിന്നെ ഗോവിന്ദാരവങ്ങളോടുകൂടി ആണ് അത് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അത് ശരിക്കും നമുക്ക് ഉത്സവത്തിൻ്റെ പിന്നെ തുടക്കം അന്ന് തുടങ്ങി. അത് കഴിഞ്ഞാൽ നമ്മൾ 111 തേക്കും കാലം നമുക്ക് ഇവിടെ ഉള്ളു. അതിലിപ്പോൾ എനിക്ക് ഏകദേശം 102 തേക്കും കാലം നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. റോഡ് വന്നതിന് ശേഷം അപ്പുറത്ത് കടത്തിയിടാറുണ്ട്. അപ്പോൾ 102 തേക്കും കാലം അത്ര തന്നെ തേക്കിൻ്റെ പടങ്ങും. ഇത് നമ്മുടെ കമ്മിറ്റിയുടെ സ്വത്താണ്, നമ്മുടെ ഓൺ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ പിന്നെ ഓലയും മുളയും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ട് ഏകദേശം ഒരു 5-8 ലക്ഷം ഉറുപ്പോളം ഇന്നത്തെ ഇതിൽ നമുക്ക് ചിലവ് വരും. ഈ ഇത്രയും ഭീമമായ വട്ടപ്പന്തൽ ഏഷ്യയിൽ തന്നെ ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ കണ്ട പന്തൽ കാരണം വെച്ചാൽ ഇപ്പം എനിക്കൊന്ന് സ്കൂൾ വിദ്യാഭ്യാസങ്ങൾ കാണാറുണ്ട് ഓല പടഞ്ഞ പന്തൽ. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ടല്ലോ വട്ടപ്പന്തൽ. വളരെ ഇത് പിന്നെ ഏകദേശം 100ഓളം ആൾക്കാരുടെ പിന്നെ മനുഷ്യ ശേഷി അല്ലെങ്കിൽ എന്താ പറയുക ആ മനുഷ്യൻ്റെ കായിക അധ്വാനം കൊണ്ടുണ്ടാക്കിയതാണ്. അത് നമ്മൾ പിന്നെ 100 പേര് സമയബന്ധിതമായിട്ട് അതെന്താ വെച്ചാൽ ഉത്സവത്തിന് 1 മാസം മുമ്പെങ്കിലും നമുക്കിത് പൂർത്തിയായി കഴിഞ്ഞാൽ ഇവിടെ വരുന്നവർക്ക് റെസ്റ്റ് എടുക്കാൻ അത്രയും ചൂട് സമയത്ത് ഇതൊരു ആശ്വാസമാണ്. ചെറുവെന്നല്ല നമ്മുടെ ചെറു പോലെ തന്നെയാണ്, ആവാസ വ്യവസ്ഥ പോലെ തന്നെ. മറ്റൊരു ഒരുവിധ ആൾക്കാരെല്ലാം കല്യാണം എന്ത് വന്നാലും ഇവിടെ വന്നിട്ട് ഒരു അരമണിക്കൂർ ഇവിടെ നമുക്ക് പോകാൻ തോന്നില്ല. അതുപോലെ തന്നെ ആചാര വെടിക്കെട്ടും ഇവിടുത്തെ ആചാര വെടിക്കെട്ട് വളരെ പ്രശസ്തമാണ് അല്ലേ? 4 ദേശവാസികൾ ചെറുകുന്ന്, കണ്ണപുരം, ഇരണാവ്, പറശ്ശിനിക്കട ഇവരുടെ 4 വർണ്ണശബളമായ കാഴ്ച വരുന്നത്. അതിനുശേഷമാണ് ഈ ആചാര വെടിക്കെട്ട്. ഇപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 7-ാം വിളക്ക് പിന്നെ പാപ്പിശ്ശേരി എന്നുള്ളിപ്പോൾ കഴിഞ്ഞ് വന്ന വെടിക്കെട്ടുകൾ എന്നുവെച്ച് ദേവസ്വത്തിൻ്റെ വക മീൻസ് കമ്മിറ്റിയുടെ വക വെടിവരുന്ന കുട്ടി. വിഷ്വൽ ജേർണലിസ്റ്റ് അഗ്നിവേഷ് കുഞ്ഞിമംഗലത്തിനൊപ്പം റിപ്പോർട്ടർമാരായ ചാന്ദിനി, നികേഷ് താവം, ഈ നെറ്റ്വർക്ക് ന്യൂസ്. കേരളത്തെ കാർന്നു തിന്നുന്ന ലഹരി മാഫിയയ്ക്കെതിരെ പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി രജിത് നാരാത്ത് നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പോലീസിന്റെ മുമ്പിലേക്കും എക്സൈസ് വകുപ്പിന് മുമ്പിലേക്കും പുതിയ തലമുറയുടെ കൈകളിൽ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുന്ന മാരകമായ ലഹരി വസ്തുക്കൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അറിഞ്ഞിട്ട് പോലും അതിന്റെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കാനുള്ള ശ്രമം ഈ സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പോ ഭരണകൂടമോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. നമുക്കറിയാം, അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ മയക്കുമരുന്ന് വിൽപ്പനയും കയറ്റുമതിയും ചെയ്ത് ജീവിക്കുന്ന ഒരു സർക്കാരും ഭരണകൂടവുമുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ അങ്ങനെയാണ് അവിടുത്തെ ആളുകളും ഭരണകൂടവും മുന്നോട്ട് പോകുന്നതെങ്കിൽ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ ലഹരി വസ്തുക്കൾ മുഴുവൻ ഇന്ത്യയിൽ കൊണ്ടുവന്ന് കേരളം ഉൾപ്പെടെയുള്ള ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിൽ ഒഴുക്കിവിടാൻ മാത്രമുള്ള സൗകര്യം ആരാണ് ഒരുക്കി കൊടുക്കുന്നത്? കൊട്ടേഷൻ മാഫിയയെയും അധോലോക ലഹരി വിൽപ്പനക്കാരെയും ഭയപ്പെട്ട് അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നതെന്ന് രജിത് നാരാത്ത് ആരോപിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു. DCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് DK ഗോപിനാഥ് മുഖ്യ പ്രഭാഷണം നടത്തി. മധുവേരമം, പിലാക്കൽ അശോകൻ, KT ഹരീഷ്, P ഉണ്ണികൃഷ്ണൻ, KU ബാബു, ശശി മാസ്റ്റർ, KP മോഹനൻ, VM പീതാംബരൻ, EP ശ്യാമള, C പൂമണി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭയിൽ മഴക്കാലപൂർവ്വ രോഗപ്രതിരോധ ജനകീയ ക്യാമ്പയിന് തുടക്കമായി. കൗൺസിൽ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. മഴയെത്തും മുൻപേ മാറ്റാം മാലിന്യം കാക്കാം ആരോഗ്യം എന്ന മുദ്രാവാക്യവുമായി പയ്യന്നൂർ നഗരസഭയിൽ മഴക്കാലപൂർവ്വ രോഗപ്രതിരോധ ജനകീയ ക്യാമ്പയിന് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിൽ പദ്ധതി വെച്ചുകൊണ്ട് താലൂക്ക് ആശുപത്രിയിൽ ഈ ഒരു പരിശോധന കുറെ നാളുകളായിട്ട് നടത്തി വരുന്നുണ്ട്. അതിലേക്ക് ആളെ എത്തിക്കുന്ന പ്രവർത്തനമാണ് നിങ്ങളെല്ലാവരും നടത്തിയിട്ടുള്ളത്.
തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടർന്ന് അങ്ങോട്ടും നമുക്ക് നടത്താൻ വേണ്ടി കഴിയണം. നമ്മുടെ നാട് പൂർണ്ണ ആരോഗ്യമുള്ള ജനങ്ങൾ അധിവസിക്കുന്ന നാടായിട്ട് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. ആ പ്രവർത്തനങ്ങളിലെല്ലാം ഇനിയും മാതൃകാപരമായിട്ടുള്ള നിലയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഈ വർഷം മഴക്കാലം വരാൻ വേണ്ടി പോവുകയാണ്. നല്ലൊരു ജാഗ്രത, ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ പാകത്തിൽ നമുക്ക് നല്ല നിലയിൽ കൂട്ടായ്മയോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം. ആ നിലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നേതൃത്വപരമായി ഇടപെടാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് താലൂക്ക് ആശുപത്രിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇ നന്ദകുമാർ ആരോഗ്യ ജാഗ്രതാ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ, നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ പി കൃഷ്ണൻ, പബ്ലിക് ഹെൽത്ത് നഴ്സ് കെ വിലാസിനി എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, ആരോഗ്യവകുപ്പ് ഫീൽഡ് വിഭാഗം ജീവനക്കാർ, ആശാപ്രവർത്തകർ തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാർഷിക മേഖലയ്ക്ക് മുൻഗണന നൽകി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത്. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് മുണ്ടയാട്ട് ശശീന്ദ്രൻ അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്ക് മുൻഗണന നൽകി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഷിക ബജറ്റ്. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തെ വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് മുണ്ടയാട്ട് ശശീന്ദ്രൻ അവതരിപ്പിച്ചു. 24,76,24,206 രൂപ പ്രതീക്ഷിത വരവും 24,21,77,620 രൂപ പ്രതീക്ഷിത ചെലവും ഉൾപ്പെടെ 54,46,586 രൂപ നീക്കിയിരിപ്പ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രവും സഞ്ചേതനവും കാര്യക്ഷമമായ വികസന പ്രവർത്തനങ്ങൾക്ക് ശരിയായ ദിശാബോധം നൽകുന്നതാണ് ഈ ബഡ്ജറ്റ് എന്നതാണ് വിശ്വാസം. കേരള പഞ്ചായത്ത് രാജ് നിയമത്തിലെ 2011 വകുപ്പിലെ ബഡ്ജറ്റിനെ സംബന്ധിച്ചും 175 വകുപ്പ് വാർഷിക വികസന പദ്ധതി ബഡ്ജറ്റിന്റെ ഭാഗമാക്കുന്നതിനെ കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. ധനകാര്യ വരുമാനത്തിന്റെ നെടുന്തൂണായ ബഡ്ജറ്റ് പ്രതീക്ഷിത വരവിന്റെയും ചെലവിന്റെയും സംഗ്രഹം കൂടിയാണ്. വിവിധ സ്രോതസ്സുകളിൽ നിന്നും സമാഹരിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ കണ്ടെത്തി അവ നിത്യദിന ചെലവുകൾക്കും വികസന പദ്ധതികൾക്കും പ്രത്യേക ഉദ്ദേശ പദ്ധതികൾക്കുമായി മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള വകയിരുത്തലാണ് ഈ ബഡ്ജറ്റ് നിർവഹിക്കുന്നത്. നെൽകൃഷി വികസനത്തിനായി 34,18,500 രൂപയും തെങ്ങ് കൃഷി വികസനത്തിനായി 13,95,300 രൂപയും അടക്കം കാർഷിക മേഖലയിൽ 57,93,800 രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. എല്ലാ മേഖലയ്ക്കും പ്രാധാന്യം ഉറപ്പുവരുത്തിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന അധ്യക്ഷത വഹിച്ചു. കെ ജിഷ ബേബി, കെ ശോഭ, പി കരുണാകരൻ മാസ്റ്റർ, എ ശ്രീധരൻ മാസ്റ്റർ, സെക്രട്ടറി എം ഉല്ലാസൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ നഗരസഭ ക്ഷയരോഗമുക്തമാക്കുന്നതിനായി നഗരസഭയിൽ പദ്ധതി തയ്യാറാക്കി. നഗരസഭാ ഹാളിൽ നടന്ന ബോധവൽക്കരണ പരിപാടി ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ ക്ഷയരോഗമുക്തമാക്കുന്നതിനായി നഗരസഭയിൽ പദ്ധതി തയ്യാറാക്കി. ഇതിനായി വിവിധ വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭാ ഹാളിൽ നടന്ന ബോധവൽക്കരണ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. ഞാനിതിനിടെ ഒരു യോഗത്തിൽ പോയപ്പോൾ സന്തോഷ് കുറേ ബോട്ടിൽ എടുത്തിട്ടാണ് വന്നത്. സന്തോഷ് അവിടെ വന്ന ആളോടെല്ലാം പറഞ്ഞു, ഈ ബോട്ടിൽ ഞാൻ തരാം, നാളെ നിങ്ങളിവിടെ ഏൽപ്പിച്ചാൽ മതി. ഈ ബോട്ടിൽ നിങ്ങളുടെ സാമ്പിൾ പരിശോധനയ്ക്ക് വേണ്ടി കവം എടുത്ത് ഇവിടെ ഏൽപ്പിച്ചാൽ മതി, നിങ്ങളുടെ അടുത്ത് വന്ന് ഞാൻ വാങ്ങാം എന്നൊക്കെ പറയുന്ന നിലയിലേക്കുള്ള ഒരു ഇടപെടൽ ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ആ നിലയിൽ ഇടപെടുന്നുണ്ട്. പക്ഷേ ജനങ്ങളുടെ സഹകരണം വേണ്ടത്ര നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ എല്ലാവരെയും ബോധ്യപ്പെടുത്തി നല്ല നില അവരെ മനസ്സിലാക്കി നല്ലൊരു ഇടപെടൽ നടത്തി സാമ്പിൾ പരിശോധനയൊക്കെ നടത്തി ഏതെങ്കിലും രീതിയിൽ ആളുകളെ കണ്ടെത്തുകയാണെങ്കിൽ നിർധനരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് കിറ്റ് നൽകാൻ നഗരസഭയുടെ ഭാഗത്ത് ഞങ്ങൾ തയ്യാറാകും. കൗൺസിലർ എം ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ TB യൂണിറ്റിലെ ലാബ് സൂപ്പർവൈസർ AG ഷാഹിന ക്ഷയരോഗമുക്ത നഗരസഭ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ T വിശ്വനാഥൻ, വി ബാലൻ, പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇ നന്ദകുമാർ, പബ്ലിക് ഹെൽത്ത് നഴ്സ് കെ വിലാസിനി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വാർഡുകളിൽ നിന്നും കഫപരിശോധന വർദ്ധിപ്പിക്കുന്നതിനുള്ള ഫീൽഡ് തല ബോധവൽക്കരണം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു പ്രദേശമാണ് കിഴക്കാനി.
മികച്ച പച്ചക്കറി കൃഷിക്ക് നിരവധി അംഗീകാരങ്ങൾ ഇതിനകം നേടിയെടുക്കാൻ ഈ കർഷക കൂട്ടായ്മയ്ക്ക് സാധിച്ചിരുന്നു. കർഷക സംഘം കുഞ്ഞിമംഗലം നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന കർഷക കൂട്ടായ്മയാണ് വർഷങ്ങളായി പച്ചക്കറി കൃഷി ചെയ്തു വരുന്നത്. പച്ചക്കറി കൃഷി നഷ്ടമാണെന്ന് പറയുന്ന പുതിയ കാലത്ത് കൃഷിയുടെ വിജയകഥകൾ മാത്രമാണ് ഈ കൂട്ടായ്മയ്ക്ക് പറയുവാനുള്ളത്. കഴിഞ്ഞ സീസണിൽ നടത്തിയ കൃഷിയിൽ എല്ലാ ചെലവും കഴിച്ച് 15,000 രൂപ വീതം ഓരോ കർഷകർക്കും ലാഭവിഹിതം ലഭിച്ചിരുന്നു. എല്ലാ തരത്തിലുമുള്ള പച്ചക്കറികൾ വിൽപ്പനയ്ക്കായി തയ്യാറായിട്ടുണ്ട്. പൂർണ്ണമായും ജൈവകൃഷിയാണ് എന്നതുകൊണ്ട് തന്നെ ആവശ്യക്കാർ കൃഷിയിടത്തിൽ വന്ന് നേരിട്ട് വാങ്ങുകയാണ്. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് പി ഗോവിന്ദൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി രമേശൻ, ഏരിയ സെക്രട്ടറി എം വി രാജീവൻ, ഏരിയ കമ്മിറ്റി അംഗം കെ സി തമ്പാൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഏരിയ കമ്മിറ്റി അംഗം യു ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. വില്ലേജ് സെക്രട്ടറി കെ പി സുരേഷ് സ്വാഗതം പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഫിറ്റ്നസ് പഞ്ചായത്ത് എന്ന ലക്ഷ്യമിട്ട് കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് കെ പത്മിനി ബജറ്റ് അവതരിപ്പിച്ചു. സുസ്ഥിര വികസന ലക്ഷ്യം കൈവരിക്കുന്നതിനായി വയോജനങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ എന്നിവർക്ക് പ്രത്യേക ഊന്നൽ നൽകി പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടപ്പിലാക്കി വരുന്നതും തുടർന്ന് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതുമായ പദ്ധതികളാണ് കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബജറ്റിൽ വിഭാവനം ചെയ്യുന്നത്. വിവിധ സ്രോതസ്സുകളിൽ നിന്നായി 25,71,16,175 രൂപ വരവും 25,41,31,084 രൂപ ചിലവും 32,13,091 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് കെ പത്മിനി അവതരിപ്പിച്ചു. കുട്ടികൾക്കും സ്ത്രീകൾക്കും വയോജനങ്ങൾക്കും പ്രത്യേക വ്യായാമ കേന്ദ്രങ്ങൾ, പൊതുജനങ്ങൾക്ക് വ്യായാമത്തിനായി നവീകരിച്ച പഞ്ചായത്ത് സ്റ്റേഡിയം, വിദ്യാലയങ്ങളും കലാലയങ്ങളും കേന്ദ്രീകരിച്ച് ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ, അത്താഴം കുടുംബത്തോടെ കുശലത്തോടെ തുടങ്ങിയ സാംസ്കാരികോത്സവങ്ങൾ എന്നിവ ബജറ്റിൽ വിഭാവനം ചെയ്യുന്നു. അയൽക്കൂട്ടങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരിവിരുദ്ധ ബോധവൽക്കരണവും പ്രാദേശിക സ്ഥിരം കലാസംഘങ്ങളുടെ രൂപീകരണവും ബജറ്റ് ലക്ഷ്യമിടുന്നു. കലാസംഘങ്ങളുടെ രൂപീകരണവും ഉടൻ പ്രതികരണ വേദിയും, നല്ല ഭക്ഷണം നല്ല ആരോഗ്യത്തിന് അയൽക്കൂട്ടങ്ങൾ കേന്ദ്രീകരിച്ച് ജൈവകൃഷി പ്രോത്സാഹനവും ബജറ്റ് വിഭാവനം ചെയ്യുന്നു. മുഴുവൻ അങ്കണവാടികളിലും കാർട്ടൂൺ ചിത്രീകരണവും സൗന്ദര്യവൽക്കരണവും നടത്താനും ബജറ്റിൽ പദ്ധതിയുണ്ട്. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല, ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിസി ഏലിയാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുരേഷ് ബാബു കെ വി, ടി എം സതീശൻ മാസ്റ്റർ, ബിന്ദുമോൾ കെ ജി തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി ഡി എൻ പ്രമോദ് സ്വാഗതം പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. രാജ്യത്തെ ജനതയെ കൊള്ളയടിക്കുന്ന ഗവൺമെന്റാണ് കേന്ദ്രം ഭരിക്കുന്നതെന്ന് DCC സെക്രട്ടറി റഷീദ് കൗവായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാടായി മണ്ഡലം 1-ാം വാർഡ് മഹാത്മാ കുടുംബസംഗമം വെങ്ങര മൂലക്കിൽ ഇന്ദിരാജി ക്ലബ്ബ് പരിസരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു റഷീദ് കൗവായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാടായി മണ്ഡലം 1-ാം വാർഡ് മഹാത്മാ കുടുംബസംഗമം വെങ്ങര മൂലക്കീലിൽ ഇന്ദിരാജി ക്ലബ്ബ് പരിസരത്ത് DCC സെക്രട്ടറി റഷീദ് കൗവായി ഉദ്ഘാടനം ചെയ്തു. പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റുതുലയ്ക്കുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും ജനദ്രോഹ നടപടിയാണ് കേരളവും സ്വീകരിക്കുന്നതെന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് റഷീദ് കൗവായി പറഞ്ഞു. BSNL-ഉം അതുപോലെ തന്നെ റെയിൽവേയും എല്ലാം കുത്തക മുതലാളിമാർക്ക് വേണ്ടി വിറ്റുതുലക്കാൻ വേണ്ടി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. കോൺഗ്രസ് കേവലം 10 വർഷക്കാലം മാത്രമേ വിട്ടുനിന്നുള്ളൂ. അതിന്റെ ദുരന്ത ഫലം ഞാനും നിങ്ങളും അനുഭവിക്കുകയാണ്. സംസ്ഥാനങ്ങൾ മുഴുവൻ കലാപങ്ങളിൽ നിന്ന് കലാപങ്ങളിലേക്ക് പോകുന്നു. പരസ്പരം വിശ്വാസം, നല്ല സൗഹൃദത്തോടുകൂടി ജീവിച്ചിരുന്ന സമുദായങ്ങൾ തമ്മിൽ അകലെയും കലാപവും ആഘോഷങ്ങളിൽ കല്ലേറും അസ്വസ്ഥമായ ഒരു രാജ്യമായി നമ്മുടെ രാജ്യം. പി സനീഷ് അധ്യക്ഷത വഹിച്ചു. MK രാജൻ വിശിഷ്ടാതിഥിയായി. ചിറയിൽ തങ്കമണി മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ആദരിച്ചു.
സുരേന്ദ്രൻ കൂടിച്ചീര, അനീഷ് പി, ബാബു കുതിരുമ്മൽ, ബേബി ശ്രീധരൻ, സുരഭി അനീഷ്, നിമില അനിൽ, രഘു ഇടമന തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുഞ്ഞിമംഗലം ഗവൺമെന്റ് LP സ്കൂളിൽ പുരാവസ്തു പ്രദർശനവും സ്കൂൾ ലൈബ്രറിയിലേക്ക് 4ാം തരം വിദ്യാർത്ഥികളുടെ പുസ്തക കൈമാറ്റവും നടന്നു. വായനയാണ് ലഹരിയെന്ന് യുവതിയെ ബോധ്യപ്പെടുത്തി സമൂഹത്തിൽ മാതൃകയാകുകയാണ് ഈ കുരുന്നുകൾ. അമൂല്യങ്ങളായ താളിയോല ഗ്രന്ഥങ്ങൾ, വിവിധ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ, സ്റ്റാമ്പുകൾ, മരത്തടിയിലും വെള്ളോട്ടിലും തീർത്ത വിവിധ വീട്ടുപകരണങ്ങൾ, പണിയായുധങ്ങൾ തുടങ്ങി വൈവിധ്യങ്ങളായ വസ്തുക്കൾ കുട്ടികൾക്ക് പുത്തൻ അറിവ് നൽകിയതോടൊപ്പം കൗതുക കാഴ്ചയുമായി. മറ്റുള്ള ഇടങ്ങളിൽ കേൾക്കുന്ന വാർത്തകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ കുട്ടികൾ അവരുടെ കുഞ്ഞനിയന്മാർക്കും അനിയത്തിമാർക്കും ഒരു മാതൃകയായി തീരണം എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ അവർ ആ ഒരു പുസ്തക വിതരണങ്ങളും എല്ലാം പഠനത്തിലൂടെ മാത്രം ലഹരി കണ്ടെത്തട്ടെ എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മുടെ കുട്ടികൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ വീടുകളിൽ കയറി സാധനങ്ങൾ, ഇങ്ങനെയുള്ള പുരാവസ്തുക്കൾ ശേഖരിക്കാനും ഒക്കെ നമ്മുടെ കുട്ടികളെ മുൻപന്തിയിൽ നിന്നിട്ടുണ്ട്. പഠനത്തിൻ്റെ കാര്യത്തിലായാലും പാഠ്യേതര പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും ഇപ്പോൾ ഈ പ്രദർശനം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പഴയകാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുവാനും പഴയകാല സംസ്കാരത്തെക്കുറിച്ച് കുട്ടികളെ ബോധ്യപ്പെടുത്തുവാനുമാണ് പഠനോത്സവത്തിന്റെ ഭാഗമായി പുരാവസ്തു പ്രദർശനം സംഘടിപ്പിച്ചത്. ഈ വർഷം, അതായത് 2024-25 അധ്യയന വർഷം 4ാം തരത്തിൽ പഠിക്കുന്ന കുട്ടികൾ വേറിട്ട ഒരു കാഴ്ചയാണ് അവതരിപ്പിച്ചത്. അവർ ഈ സ്കൂളിൽ നിന്ന് വിടവാങ്ങുന്ന വേളയിൽ സ്കൂളിലേക്ക് വായനാമൂലം ഒരുക്കുന്നതിനും അല്ലെങ്കിൽ ലൈബ്രറി ഒരുക്കുന്നതിനായി ഓരോ കുട്ടികളും പുസ്തകം സ്കൂളിന് സംഭാവനയായി നൽകുകയാണ് ചെയ്തത്. ഇതിന് നമ്മുടെ മദർ-PTയോടും PTയോടും വികസന സമിതിയോടും നമ്മുടെ കുട്ടികളോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. പരിപാടിയോടനുബന്ധിച്ച് സ്കൂളിലെ 4ാം തരം വിദ്യാർത്ഥികൾ അവരുടെ യാത്രയപ്പ് പരിപാടിക്ക് വേണ്ടി സ്വരൂപിച്ച തുകയുപയോഗിച്ച് സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ നൽകിയത് വായനയാണ് ലഹരിയെന്ന് യുവതയെ ബോധ്യപ്പെടുത്തുന്നതായി. വിദ്യാർത്ഥികളിൽ നിന്നും പ്രധാനാധ്യാപിക ശാന്ത ടീച്ചർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ചടങ്ങിൽ മദർ-PTA പ്രസിഡന്റ് ഷിംല PP, അധ്യാപികമാരായ ശാലിനി, സിന്ധു, രഞ്ജിനി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് തല സർഗോത്സവം കരിവെള്ളൂർ നോർത്ത് AUP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് അംഗം V. തമ്പാൻ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് തല സർഗോത്സവം കരിവെള്ളൂർ നോർത്ത് AUP സ്കൂളിൽ നടന്നു. പയ്യന്നൂർ വിദ്യാരംഗം കലാസാഹിത്യവേദിയുമായി സഹകരിച്ചാണ് സർഗോത്സവം പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് അംഗം V. തമ്പാൻ ഉദ്ഘാടനം ചെയ്തു. സർഗവൈഭവം എന്ന് പറയുന്നത് നമുക്ക് ജന്മനായുള്ള നമ്മുടെ കഴിവുകളാണ്. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യ ലക്ഷ്യം പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ശാസ്ത്രവും കണക്കും ഭാഷയും അതുപോലെ സോഷ്യൽ സ്റ്റഡീസും ഒക്കെയുള്ള വിഷയങ്ങൾ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് മുഖ്യ വിഷയം. പക്ഷെ അങ്ങനെ പഠിക്കുമ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ചോളം ഒരു ഉത്തമ വ്യക്തിക്ക് ആ അക്കാദമിക് പഠിപ്പ് മാത്രം പോരാ. നേരെ മറിച്ച് നമ്മുടെ സമൂഹത്തിൽ ഉത്തമ പുരുഷനായി വളരണമെങ്കിൽ മറ്റു പലതും നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. ചടങ്ങിൽ PTA പ്രസിഡന്റ് NV അശോകൻ അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപിക പ്രീത P, BRC ട്രെയിനർ രാജൻ മാസ്റ്റർ, പെരളം LP സ്കൂൾ പ്രഥമാധ്യാപകൻ രാജൻ മാസ്റ്റർ, വിദ്യ PK, സൗഭാഗ്യ, രതിക P തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ ആംബിയർ ITIയിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാറും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. പയ്യന്നൂർ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ജൂന TV ബോധവൽക്കരണ ക്ലാസിനും പ്രതിജ്ഞയ്ക്കും നേതൃത്വം നൽകി. പയ്യന്നൂർ ആംബിയർ ITIയിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാറും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. പയ്യന്നൂർ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ജൂന TV ബോധവൽക്കരണ ക്ലാസിനും പ്രതിജ്ഞയ്ക്കും നേതൃത്വം നൽകി. മാനേജിംഗ് ഡയറക്ടർ KK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ M. വിജയൻ നമ്പ്യാർ സ്വാഗതം പറഞ്ഞു. സീനിയർ ഇൻസ്ട്രക്ടർ നഷാദ് ബീരാൻ നന്ദി പ്രകാശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ബഹിരാകാശ പര്യവേഷണത്തിൽ പുതിയ അധ്യായം കുറിച്ച് സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലെത്തുന്നതിന്റെ ആവേശത്തിലാണ് വെള്ളൂർ ഗവൺമെന്റ് LP സ്കൂൾ കുട്ടികൾ. സുനിത വില്യംസിന്റെ ബഹിരാകാശ സഞ്ചാരങ്ങൾ രേഖപ്പെടുത്തിയ പ്ലക്കാർഡുകളുമേന്തി കുട്ടികൾ തിരിച്ചുവരവിനെ ആഘോഷമാക്കി.
ബഹിരാകാശ പര്യവേഷണത്തിൽ പുതിയ അധ്യയനം കുറിച്ച സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലെത്തുന്നതിന്റെ ആവേശത്തിലാണ് വെള്ളൂർ ഗവൺമെന്റ് LP സ്കൂൾ കുട്ടികൾ. വെള്ളൂർ ജവഹർ വായനശാല ശാസ്ത്രവേദിയോടൊപ്പം ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആസ്ട്രോ പയ്യന്നൂർ പ്രവർത്തകനായ രമേശ് പുതിയറക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. ബഹിരാകാശ യാത്രകളുടെ ചരിത്രം ഉൾപ്പെടുത്തിയ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. സുനിത വില്യംസിന്റെ ബഹിരാകാശ സഞ്ചാരങ്ങൾ രേഖപ്പെടുത്തിയ പ്ലക്കാർഡുകളുമേന്തി കുട്ടികൾ തിരിച്ചുവരവിനെ ആഘോഷമാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പെരളം പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ വായനായനം പരിപാടിയുടെ സമാപനവും P. ജയചന്ദ്രൻ അനുസ്മരണവും നടന്നു. വായനശാലയ്ക്ക് സമീപം നടന്ന പരിപാടി ഡോക്ടർ M. ബാലൻ ഉദ്ഘാടനം ചെയ്തു. പെരളം പൊതുജന വായനശാല ഗ്രന്ഥാലയം വായനായനം സമാപനവും P. ജയചന്ദ്രൻ അനുസ്മരണവും നടന്നു. റിട്ടയർഡ് ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ M. ബാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പണ്ട് ബ്രിട്ടീഷ് കോളനി വാഴ്ചക്കാലത്ത് ബ്രിട്ടീഷ് പോലീസുകാർ പെൻസിലുകൾ കൂർപ്പിച്ച് ഇദ്ദേഹത്തിൻ്റെ ചെവിയിൽ കുത്തിയിട്ട് 2 കർണപടങ്ങളും പൊട്ടിച്ച് ചെവി കേൾക്കാത്ത ഒരു മനുഷ്യനാണ് 84-കാരൻ. അദ്ദേഹത്തിന് കൂർപ്പിച്ച പെൻസിൽ ഒരു പേടി സ്വപ്നമാണ്. ഇതൊക്കെ അദ്ദേഹം ഓർത്തു. എൻ്റെ സ്വാതന്ത്ര്യം കിട്ടിയ എൻ്റെ രാഷ്ട്രത്തിൽ, എൻ്റെ രാജ്യത്ത് എനിക്ക് പഠിക്കാൻ കഴിയില്ലെങ്കിൽ എന്തിനാണ് ഞാൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത്? സംഗീതജ്ഞൻ M. ഈശ്വരൻ നമ്പൂതിരി ജയചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കയ്യൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഗീത കുടജാദ്രി MTയുടെ വാനപ്രസ്ഥം പുസ്തകം പരിചയപ്പെടുത്തി. ഇതുവരെ നടത്തിയ വായനായനത്തിൽ അവതാരകരായി എത്തിയവർ പരിപാടിയിൽ ഒത്തുചേർന്നു. ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം വൈക്കത്ത് നാരായണൻ മാസ്റ്റർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ M. രാഘവൻ, MV രാധാകൃഷ്ണൻ മാസ്റ്റർ, K. സന്തോഷ്, K. സുരേന്ദ്രൻ മാസ്റ്റർ, A. രമേശൻ, ശ്രീധരൻ കരിവള്ളൂർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ജയചന്ദ്രൻ ആലപിച്ച ഗാനങ്ങളുടെ അവതരണം സംഗീത സ്മൃതിസന്ധ്യ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ BM LP സ്കൂളിൽ ഇഫ്താർ വിരുന്നും സ്നേഹസംഗമവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ AEO TV ജ്യോതി ബസു ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ BM LP സ്കൂളിൽ ഇഫ്താർ വിരുന്നും സ്നേഹസംഗമവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ AEO TV ജ്യോതി ബസു ഉദ്ഘാടനം നിർവഹിച്ചു. കുറ്റൂർ GUP സ്കൂളിലെ സക്കരിയ ദാരിമി മാസ്റ്റർ പെടേന മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് KV രഘു അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലസിത സാമുവൽ, പയ്യന്നൂർ CSI ചർച്ച് വികാരി റോബിൻ ജോൺ, സീനിയർ അസിസ്റ്റന്റ് U. രതീഷ്, TP സുശീല തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കോൾ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സബ്സിഡി നിരക്കിൽ കാലിത്തീറ്റ വിതരണം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം നിർവഹിച്ചു. കാങ്കോൾ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സബ്സിഡി നിരക്കിൽ കാലിത്തീറ്റ വിതരണം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കാലിത്തീറ്റ വിതരണം നടത്തിയത്. ക്ഷീരസംഘം ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. ഒരു കാലഘട്ടത്തിൽ വൈക്കോലൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നതില്ല. കൃഷി കുറഞ്ഞു വരുന്നു. അപ്പൊ കൃഷിയെ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കഴിയുക? ഇപ്പൊ നമ്മള് സമൃദ്ധി നെൽകൃഷി എന്ന രീതിയിൽ കർഷകർക്ക് ഒരു ഇൻസെന്റീവ് നമ്മൾ കൊടുക്കുന്നുണ്ട്. കൃഷി ചെയ്യുന്ന കർഷകർക്ക് അത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്താണ് കൃത്യമായി ആ തുക കർഷകർക്ക് നമ്മുടെ കൃഷി ഓഫീസ് മുഖാന്തരം, ഗ്രാമപഞ്ചായത്തിൽ കൃഷി ഓഫീസ് മുഖാന്തരം കൊടുക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. പത്മിനി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ PM വത്സല, E. രവി, സ്മിത മാരാർ, PV ധനേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് DYFI പള്ളിപ്പാറ യൂണിറ്റ് വീട്ടുമുറ്റ സദസ് സംഘടിപ്പിച്ചു. സിവിൽ പോലീസ് ഓഫീസർ മധു കൊട്രച്ചാൽ വിഷയാവതരണം നടത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് DYFI പള്ളിപ്പാറ യൂണിറ്റ് വീട്ടുമുറ്റ സദസ് സംഘടിപ്പിച്ചു. സിവിൽ പോലീസ് ഓഫീസർ മധു കൊട്രച്ചാൽ വിഷയാവതരണം നടത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു.
ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ആ ചെക്കൻ, ആ ഫ്രീക്കൻ, ഈ പിറകിലെ ഡോർ തുറന്നുകൊണ്ട് വളരെ ശക്തിയിൽ ആ വാതിലടച്ചിട്ട് എല്ലാ വാതിലും ക്ലോസ് ആയിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഇവൻ നേരെ വന്നത് എവിടത്തേക്കാന്ന് വെച്ചാൽ ആ തുറന്ന ഗേറ്റ് അടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ 2 ഗേറ്റും ക്ലോസ് ചെയ്തതിന് ശേഷം ഇവൻ്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണിൽ ആരോടോ സംസാരിച്ചും കൊണ്ട്, വളരെ ഉച്ചത്തിൽ സംസാരിച്ചും കൊണ്ട്, പൊട്ടിച്ചിരിച്ചുകൊണ്ട്, മറ്റൊരു ഫോണിൽ ആരോടോ ചാറ്റും ചെയ്തുകൊണ്ടാണ് ഇവൻ നടന്നു നീങ്ങുന്നത്. ഇവൻ ആ സിറ്റ് ഔട്ട് കയറി ഉടനടി ആ പറയുന്ന സീറ്റിൽ കുറച്ച് സമയം ഇരുന്നു. അതിനുശേഷം ഇവൻ എഴുന്നേറ്റു. ഈ പറയുന്ന ഡോറ് തുറന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഇവൻ കാലുകൊണ്ടാണ് ഈ ഡോർ തുറക്കുന്നത്. അങ്ങനെ കാലുകൊണ്ട് ഡോർ തുറന്ന ഉടനെ ഇവൻ ഈ വീടിൻ്റെ അകത്തേക്ക് വളരെ സ്പീഡിൽ കയറിയിട്ട് ഈ വാതിൽ വളരെ ശക്തിയിൽ കൊട്ടിയടക്കുകയും ചെയ്തു. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ സുകുമാരൻ, ഡിവൈഎഫ്ഐ ചീമേനി ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് അഭിരാമി, സുധിൻ പള്ളിപ്പാറ, രാകേഷ് എം, വിജില, അഭിനന്ദ് എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് പരിധിയിലെ ലഹരി വിപത്തുകളെ തടയാൻ ജാഗ്രതാ സമിതി രൂപീകരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തങ്ങി 9 മാസത്തിനു ശേഷം തിരികെ എത്തുന്ന ഇന്ത്യൻ വംശജ സുനിത വില്യംസ്, ബുച്ച് വിൽമോർ എന്നീ ബഹിരാകാശ യാത്രികർക്ക് കണ്ടോത്തെ LPS കുട്ടികളുടെ സ്നേഹസ്വാഗതം. അടുത്ത ദിവസം ഭൂമിയിലേക്കെത്തുന്ന ഇരുവരോടുമുള്ള സന്തോഷസൂചകമായി വിദ്യാർത്ഥികൾ ആകാശത്തേക്ക് പട്ടങ്ങൾ പറത്തി. പയ്യന്നൂരിന്റെ നാടക സിനിമാ സംവിധായകൻ MD അന്നൂരിന് കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം. ജീവിതം നാടകത്തിനും സിനിമയ്ക്കുമായി പകുത്തു നൽകിയ MD അന്നൂരിന് അർഹതപ്പെട്ട അംഗീകാരം തന്നെയാണ് ഈ പുരസ്കാര ലബ്ധി. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ വട്ടപ്പന്തൽ ഒരുങ്ങി. ക്ഷേത്രം വിഷുവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായാണ് അന്നദാനം കൊണ്ട് പുകൾപെറ്റ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ മനോഹരമായ വട്ടപ്പന്തൽ ഒരുക്കിയത്. കേരളത്തെ കാർന്നു തിന്നുന്ന ലഹരി മാഫിയയ്ക്കെതിരെ പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി രജിത്ത് നാറാത്ത് നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.